Dear students, മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 18 and 19 ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെയും 19ാമത്തെയും പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചെക്ക് whether each of the sequences given below is an arithmetic sequence. Give reasons for the arithmetic sequences. Write the common difference also. ഈ താഴെ കൊടുത്തിരിക്കുന്നതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ നോക്കുക. ആണെങ്കിൽ അതൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ആ കോമൺ ഡിഫറൻസ് നമ്മൾ എഴുതുകയും വേണം. അതാണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കുക. ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ടാവും, അത് എഴുതാം. എന്താണ് ഓഡ് നമ്പേഴ്സ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ 1, 3, 5 എക്സെട്ര അത്ര നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് അതും നമുക്കറിയാവുന്നതാണ്. 2, 4, 6 എക്സെട്ര അതാണ് ഈവൻ നമ്പേഴ്സ്. ദെൻ സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ് എടുത്താൽ കുറേ ഫ്രാക്ഷൻസ് കിട്ടും. ആ ഫ്രാക്ഷൻസ് എഴുതിയിട്ടുണ്ടാവുന്ന സീക്വൻസ്. ഓക്കെ. ഫോർത്ത് വൺ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവേഴ്സ് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സീക്വൻസ്. അതായത് 2^1, 2^2, 2^3 അങ്ങനെ എഴുതിയിട്ട്. അടുത്ത സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സീക്വൻസ് എഴുതാം. ഒരു നമ്പറിൻ്റെ റെസിപ്രോക്കൽ കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? 1/that നമ്പർ എന്ന് എഴുതുക. ഇപ്പോൾ 2 ആണെങ്കിൽ 2ൻ്റെ റെസിപ്രോക്കൽ 1/2 ആണ്. ഓക്കെ. അപ്പോൾ ഈ സീക്വൻസസ് ഒക്കെ നമുക്ക് എഴുതി നോക്കാം. എന്നിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ എന്ന് നോക്കാം. ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് എഴുതാം. അപ്പോൾ ഒന്നാമത്തത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അതായത് 1, 3, 5, 7 എക്സെട്ര അതാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ 3 - 1 = 2, 5 - 3 = 2. ഓക്കെ. അപ്പോൾ ഒരു ടേമിൽ നിന്ന് അതിന് തൊട്ട് മുമ്പത്തെ ടേം മൈനസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് സെയിം ഡിഫറൻസ് ആണ്, 2 ആണ്. അതുകൊണ്ട് ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട് എന്നും ആ കോമൺ ഡിഫറൻസ് 2 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് എഴുതാം. അതുകൊണ്ടാണ് നമ്മളിവിടെ യെസ് എന്നിരുന്നത്. യെസ്. എന്താണ് റീസൺ? D = 2, അതായത് കോമൺ ഡിഫറൻസ് = 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് 2, 4, 6 എക്സെട്ര ആണ്. ഇവിടെ നമ്മൾ ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ 4 - 2 = 2, 6 - 4 = 2. അപ്പോൾ ഇവിടെയും കിട്ടുന്നത് സെയിം ഡിഫറൻസ് ആണ്. therefore there is common difference D = 2. so we can write this sequence is arithmetic sequence. therefore we have written here yes and D = 2. and third one sequence of fractions got as half the odd numbers. okay. odd numbers in half എടുത്താൽ കിട്ടുന്ന ഫ്രാക്ഷൻസിൻ്റെ സീക്വൻസ്. ആ സീക്വൻസ് എഴുതിയിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഡ് നമ്പർ ഈസ് 1. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2. so 1/2. സെക്കൻഡ് ഓഡ് നമ്പർ ഈസ് 3. 3ൻ്റെ ഹാഫ് 3/2. നെക്സ്റ്റ് 5/2. നെക്സ്റ്റ് 7/2. അപ്പോൾ ഇങ്ങനൊരു സീക്വൻസ് നമുക്ക് കിട്ടും. ആ സീക്വൻസിനെ നമുക്ക് എളുപ്പത്തിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനൊരു ചെറിയ മാറ്റത്തിന് വിധേയമാക്കി എഴുതും. ഓക്കെ. ചെറിയ വേറൊരു രീതിയിൽ നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ 1/2 പകരം നമ്മൾ 1/2 എഴുതുന്നു. 3/2 മീൻസ് ഹാഫ് ഓഫ് 3 എന്നാണ്. ഏതൊരു നമ്പറിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആ നമ്പറിൻ്റെ ഹാഫാണ്. ഓക്കെ. അപ്പോൾ 3/2 മീൻസ് 3ൻ്റെ ഹാഫ്. 3ൻ്റെ ഹാഫ് എത്രയാണ്? 1.5. ഓക്കെ. 5/2 മീൻസ് ഹാഫ് ഓഫ് 5, ദറ്റ് ഈസ് 2.5. ആൻഡ് ദിസ് ഈസ് 3.5. ഓക്കെ. അപ്പോൾ ഈ സെയിം സീക്വൻസിനെ നമ്മൾ മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ we can easily understand whether it is an arithmetic sequence and what is the common difference. okay. അപ്പോൾ 1.5ൽ നിന്ന് ഹാഫ് കുറയ്ക്കുക.
അപ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. 2.5 നിന്ന് 1.5 കുറച്ചാലോ 1 കിട്ടും. 3.5 നിന്ന് 2.5 കുറച്ചാൽ 1 കിട്ടും. So always we get 1. Therefore there is a common difference. That common difference D is equal to 1. Therefore this is yes, that means this is an arithmetic sequence. Then fourth one, sequence of powers of 2. രണ്ടിൻ്റെ പവേഴ്സിൻ്റെ സീക്വൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ 2 raised to 1. ഓക്കെ, 2 raised to 1 മീൻസ് 2 ഏതൊരു നമ്പറിൻ്റെയും റേസ്ഡ് ടു 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സെയിം നമ്പർ. ഓക്കെ, 2 raised to 1, 3 raised to 1, 4 raised to 1 എന്നൊക്കെ പറഞ്ഞാൽ സെയിം നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് 2 raised to 1, this is 2 square, this is 2 cube, this is 2 raised to 4. Okay, these are the powers of 2. അപ്പോൾ പവേഴ്സ് ഓഫ് 2ൻ്റെ സീക്വൻസ് നമ്മൾ എഴുതി. ഇനി അത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, 2 means 2, 2 square means 4, 2 raised to 3 means 8. 2 raised to 3 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ 2നെ 3 times എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2 into 2 into 2. Okay, so we get what? 8. Then 2 raised to 4, 2 into 2 into 2 into 2, 4 times. Then we get 16. So powers of 2ൻ്റെ സീക്വൻസിനെ നമ്മൾ മറ്റൊരു രീതിയിൽ എഴുതി. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. 4 minus 2, this one, that's equal to 2. Next 8 minus 4, 8 minus 4 is equal to 4. Then 16 minus 8, that's equal to 8. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡിഫറൻസുകളെല്ലാം സെയിം അല്ല. Therefore no common difference. അങ്ങനെ കോമൺ ഡിഫറൻസ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ഈസ് നോട്ട് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല, കോമൺ ഡിഫറൻസ് ഉണ്ടാവില്ല. Therefore we can write no CD. CD means common difference. So there is no common difference. Okay, fifth one. എന്താണ് ഫിഫ്ത്ത് വൺ? സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സീക്വൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, 1/1 ആണ്. 1/1, 1/1 ഈസ് ഈക്വൽ ടു 1. Then 2ൻ്റെ റെസിപ്രോക്കൽ 1/2, 3ൻ്റെ റെസിപ്രോക്കൽ 1/3, 4ൻ്റെ റെസിപ്രോക്കൽ 1/4. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സീക്വൻസ് എഴുതി. ഓക്കെ, ഇനി ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമുക്ക് നോക്കണം. അപ്പോൾ ഹാഫിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 1/2 - 1 മീൻസ് ഹാഫ് മൈനസ് 1. 1 മൈനസ് ഹാഫ് ആണെങ്കിൽ ഹാഫ് ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ ഹാഫ് മൈനസ് 1, അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണെങ്കിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് വാട്ട്, വിൽ ഗെറ്റ് നെഗറ്റീവ് നമ്പർ. സോ ഹാഫ് മൈനസ് 1 മീൻസ് നെഗറ്റീവ് ഹാഫ്. സോ നെഗറ്റീവ് 1/2 we got. Next 1/3 minus 1/2. So 1/3 minus 1/2. 1/3 minus 1/2 എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക, എങ്ങനെയാണ് ഡിഫറൻസ് കാണുക? ഈ 2 into 1. ഓക്കെ, ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 into 2 is equal to 2. പിന്നെ ഇവിടെ സൈൻ 3 ആയതുകൊണ്ട്, സൈൻ മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് എടുക്കും. ഓക്കെ, ദെൻ 1 into this denominator, numerator into denominator. Okay, so 1 into 3 is equal to 3. So numerator is now 2 minus 3. Next we want to multiply these 2 to get the denominator. 3 into 2, this is denominator. Okay, so 2 minus 3, if it is 3 minus 2, the difference is 1. So 2 minus 3, therefore difference is negative 1. Okay, then 3 into 2 is equal to 6. So നമ്മൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫറൻസ് നെഗറ്റീവ് ഹാഫാണ്. എന്നാൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ മൈനസ് ചെയ്തപ്പോൾ വി ഗോട്ട് നെഗറ്റീവ് 1/6. അപ്പോൾ ഈ ഡിഫറൻസും എന്തല്ല, സെയിം അല്ല. Therefore there is no common difference. കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് an arithmetic sequence. Okay, so we can write no. No means this sequence is not an arithmetic sequence. Okay, it is not arithmetic sequence since, that means because, okay, since no common difference. Okay,
എന്തുകൊണ്ടാണ്? കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, സിൻസ് നോ കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലുള്ള 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 5 സബ് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1/3 മൈനസ് 1/2 എങ്ങനെയാണ് ചെയ്തതെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി അടുത്തതും കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 1/4 മൈനസ് 1/3. 1/4 മൈനസ് 1/3 ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഐ വിൽ ഷോ യു. 1/3 മൈനസ് 1/4. അപ്പോൾ എന്താ ചെയ്യുക? 1 into 4. ഓക്കെ, 1 into 4 4. ഇവിടെ മൈനസ് ഇടുന്നു. 1 into 3 is equal to 3 by then what? 3 into 4. Okay, 3 into 4. So 4 minus 3 is equal to 1 by 3 into 4 is equal to 12. So 1/12 is the difference. അപ്പോൾ ഇങ്ങനെ 2 ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ കാണും എന്നുള്ളതാണ് ഞാനിപ്പം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, then we can move to second question. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സിലെല്ലാം ഒന്ന് കണ്ണോടിക്കുക, നോക്കുക. ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്, ഇങ്ങനെ തന്നെ ഈ പാറ്റേൺ ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ വേറെ ഫിഗർ വരും, ഇവിടെ അതിനേക്കാൾ വലിയ ഫിഗർ വരും, അങ്ങനെ പോവുകയാണെങ്കിൽ do the numbers of colored squares form an arithmetic sequence, give reasons. Okay, ഈ കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, ആ സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ ആ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസായി മാറുമോ എന്തുകൊണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എഴുതുക. ഇതിലെത്രണ്ട് എന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്ത് നോക്കുക. വി ഗെറ്റ് ദ സെയിം നമ്പർ, ദർ ഇസ് കോമൺ ഡിഫറൻസ്, therefore is a sequence, arithmetic sequence നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റഫ് ഫിഗറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്ക് കാണാം എത്രയാണ്. ഇവിടെ വൈറ്റാണ്, കളേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വൈറ്റാണുള്ളത്. ഓക്കെ, ഞാൻ ആ കളർ അല്ലാത്തത് ബ്ലാക്ക് ആക്കി കളഞ്ഞു. അപ്പോൾ ഇവിടെ 3 + 3 6, പിന്നെ ഇവിടെ 1 ഇവിടെ 1, അപ്പോൾ എത്രയായി? 8 ആയി. There are 8 squares. ഓക്കെ, ഇവിടെ അതേപോലെ 4 + 4 8, പിന്നെ 2 2, അപ്പോൾ ആകെ എത്രയായി? 12 ആയി. ഓക്കെ, ഇവിടെ 5 + 5 10, പിന്നെ ഇതിനിടയിൽ 3 3, അപ്പോൾ 10 + 3 + 3 is 16 ആയി. ഓക്കെ, അതായത് നമ്പർ ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഈസ് 8 12 16, പിന്നെ വീണ്ടും ഇവിടേക്ക് വരികയാണെങ്കിൽ ഇനി നമ്പേഴ്സ് വരും. ഓക്കെ, therefore we have written etc. ഓക്കെ, അപ്പോൾ നമുക്കൊരു സീക്വൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് കണ്ടുപോകുക. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 12 - 8. 12 - 8 is equal to 4. Then 16 - 12 is equal to 4. So we get the same difference. അപ്പോൾ സെയിം ഡിഫറൻസ് കിട്ടുന്നതുകൊണ്ട് we can say that there is common difference. Therefore yes, it is arithmetic sequence since d is equal to 4. ഓക്കെ, കോമൺ ഡിഫറൻസ് ഉണ്ട്. ആ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് ഇതിലെ സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് സീക്വൻസ് വിൽ ബി എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇവിടെ 3 + 3 6 + 2 8. ഓക്കെ, ഇതേ ഫിഗർ തന്നെയാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ വി കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് is an arithmetic sequence and there is common difference. That common difference is 4. Then third question. എന്താണ് third question? See the pictures. ഇവിടെ നമ്മൾ പിക്ചേഴ്സ് നോക്കുക. പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ എന്താണ് ഇവിടെയൊക്കെ സ്ക്വയേഴ്സ് കാണാം അല്ലേ? ഇവിടെ ഉണ്ട് സ്ക്വയേഴ്സ്, ഇവിടെയൊക്കെ സ്ക്വയേഴ്സ് കാണാം. ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം ശ്രദ്ധിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തത്, ഹൗ മെനി
സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. എല്ലാ റെക്റ്റാങ്കിളിലും എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. എല്ലാ റെക്റ്റാങ്കിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. സെക്കൻഡ് വൺ എന്താ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ലാർജ് സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട്. മൂന്നാമത്തത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. ടോട്ടൽ, അതായത് ചെറിയ സ്ക്വയേഴ്സും വലിയ സ്ക്വയേഴ്സും എല്ലാം കൂടെ കൂടി ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്നിട്ട് അവസാനം എന്താ ചോദിക്കുന്നത്, കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുക. ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസ് ഈച്ച് സച്ച് സീക്വൻസസ് ഓഫ് നമ്പേഴ്സ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതുന്ന സീക്വൻസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ 3 സീക്വൻസ് എഴുതണം. ഓക്കെ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഓരോ റെക്റ്റാങ്കിളിലും ചെറിയ സ്ക്വയേഴ്സ് എത്ര ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് ആ എണ്ണത്തെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതണം. അതിനുശേഷം വലിയ സ്ക്വയേഴ്സിൻ്റെ നമ്പേഴ്സുള്ള സീക്വൻസ് എഴുതണം. അതിനുശേഷം രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോഴാണ് ടോട്ടൽ. ഓക്കെ, ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, ചെറുതും വലുതും കൂടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്. അങ്ങനെ 3 സീക്വൻസ് ഉണ്ടാവും. ഈ 3 സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസസ് ആണോ എന്നാണ് ചോദ്യം. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ സീക്വൻസ് എഴുതി അപ്പോൾ തന്നെ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. ആണെങ്കിൽ ആണെന്ന് എഴുതാം, അല്ലെങ്കിൽ അല്ല എന്ന് എഴുതാം. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് എന്താണ്, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എടുക്കുക. എന്താണ് സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടും സെയിം ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സ്ക്വയേഴ്സ്. സ്ക്വയർ. ഓക്കെ, ആംഗിൾസ് ഒക്കെ എന്തായിരിക്കണം, 40 ഡിഗ്രി ആയിരിക്കണം. അതുകൊണ്ടാണ് റെക്റ്റാങ്കിൾ വിത്ത് ഈക്വൽ സൈഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദർ ആർ 4 സൈഡ്സ്. ഓക്കെ, മാത്രമല്ല ഈ ആംഗിൾസ് എല്ലാം എന്താണ്, 90 ആണ്. മാത്രമല്ല ഈ 4 സൈഡ്സും ഈക്വലാണ്. അങ്ങനെ 4 സൈഡ്സ് ഈക്വൽ ആവുക, ആംഗിൾസ് എല്ലാം 90 ആവുക. അങ്ങനെ ആവുമ്പോഴാണ് നമ്മളതിനെ സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഫിഗറിലും ഇവിടെ അതേപോലെ ഇതിൽ എല്ലാം ഓരോന്നിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ 2. അപ്പോൾ വി ഹാവ് റിട്ടൺ 2. നെക്സ്റ്റ് ദർ ആർ 4. സോ 4. ദർ ആർ 6. There are 8. Okay, so we got a sequence. That sequence is what, 2, 4, 6, 8, etc. So we know here there is a common difference, and common difference is 2. So we can say that this sequence is an arithmetic sequence. Okay, so it is arithmetic sequence because there is common difference, and that common difference is d is equal to 2. അതിലെ സെക്കൻഡ് എന്താണ്, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയതിനേക്കാൾ കുറച്ചും കൂടി വലിയതായിരിക്കണം സ്ക്വയേഴ്സ്. മാത്രമല്ല സ്ക്വയേഴ്സ് ആയിരിക്കണം, റെക്റ്റാങ്കിളൊന്നും ആയാൽ പോരാ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഫിഗർ മൊത്തം എടുത്താൽ തന്നെയും ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ, ഇതൊരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഇവിടെ ഹൗ മെനി സ്ക്വയേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസിന് 0 സ്ക്വയേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും, കാരണം ഒറ്റ സ്ക്വയർ പോലും ഇല്ല. ഓക്കെ, സോ ദ ഫസ്റ്റ് നമ്പർ ഈസ് 0. ഓക്കെ, സെക്കൻഡിൽ നമ്മൾ ഇത് മാത്രം എടുത്താൽ ദാറ്റ്സ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ സ്ക്വയർ ആവണമെങ്കിൽ നമ്മൾ ഈ കംപ്ലീറ്റ് ഫിഗർ എടുക്കണം. ഓക്കെ, സോ ദർ ഈസ് ഓൺലി 1 സ്ക്വയർ. സോ ഐ ഹാവ് റിട്ടൺ 1. നെക്സ്റ്റ് ഈ ഫിഗർ മൊത്തം എടുത്താലോ, ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ അല്ല വേണ്ടത് നമുക്ക്, സ്ക്വയറാണ്. ഇങ്ങനെ മാത്രം എടുത്താലോ, അപ്പോഴും അത് റെക്റ്റാങ്കിളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, സോ ഇറ്റ് ഈസ് എ സ്ക്വയർ. പിന്നെ ഇങ്ങനെ എടുക്കുക, ഇതും ഒരു സ്ക്വയറാണ്. സോ ദർ ആർ 2 സ്ക്വയേഴ്സ്, ഒന്നിങ്ങനെ മറ്റേത് ഇങ്ങനെ. ഓക്കെ, സോ 2 സ്ക്വയേഴ്സ്. ഇനി അടുത്തത് ഫിഗറിലേക്ക് വന്നാൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എ സ്ക്വയർ. ഓക്കെ, പിന്നെ ഇങ്ങനെ എ സ്ക്വയർ, ദെൻ ദിസ് ഈസ് ദ തേർഡ് സ്ക്വയർ. സോ ദർ ആർ 3 സ്ക്വയേഴ്സ്, 1, ദെൻ 2, ദെൻ 3. ഓക്കെ, അപ്പോൾ 0, 1, 2, 3 അങ്ങനെയല്ല, 0, 1, 2, 3. So easily we can understand that it is an arithmetic sequence and the common difference is equal to 1. Okay, d is equal to 1. അടുത്തതിൽ എന്താ പറയുന്നത്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ എന്നാണ്. ആകെ ഇപ്പോൾ 2
സീക്വൻസ് എഴുതി ആ രണ്ട് സീക്വൻസിലും കൂടെ ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്മോൾ സ്ക്വയേഴ്സും ലാർജ് സ്ക്വയേഴ്സും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഓരോ ഫിഗറിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സീക്വൻസിൽ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ ആദ്യം 2 പിന്നെ 0. അപ്പോൾ 2 + 0 = 2 നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 4 + 1. 4 + 1 = എത്രയാണ്? 5 ആണ്. ഓക്കെ, ദെൻ 6 + 2 = 8. 8 + 3 = 11. അങ്ങനെ പോകും അല്ലേ? സോ നമുക്കൊരു പുതിയ സീക്വൻസ് കിട്ടും. ആ സീക്വൻസിൽ എന്താണെന്ന് ഫസ്റ്റ് വരുന്നത് എന്താണ്? 2 + 0. 2 + 0 = 2 എന്ന് കിട്ടും. സോ ദ ഫസ്റ്റ് നമ്പർ ഈസ് 2 എന്ന് കിട്ടും. 2. നെക്സ്റ്റ് 4 + 1 = 5. നെക്സ്റ്റ് 6 + 2 = 8. ദെൻ 8 + 3 = 11. അപ്പോൾ ആ സീക്വൻസ് അങ്ങനെ പോവാണ്. സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. 2, 5, 3, 11 etc. Okay, it's an arithmetic sequence, and here 5 - 2 = 3 and 8 - 5 = 3. 11 - 8 = 3. Therefore the common difference is equal to what? 3. 3 is the common difference. Therefore we can say that that sequence also is an arithmetic sequence. Okay, the first number is 2, then 5, 8, 11 etc. Next, question number 4. ടെക്സ്റ്റ് ബുക്കിലെ 4th ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് 4th ക്വസ്റ്റ്യൻ. നോക്കാം. In the staircase shown here, the height of the first step is 10 centimeters. And the height of each step after it is 17.5 centimeters. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർകേസ് ഉണ്ട്, നമുക്ക് കാണാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. അതിന് ശേഷം ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് 17.5 സെൻറ്റിമീറ്റർ ആണ്. 17.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 17.5 ആണ്. ഇവിടെ എല്ലാം ഹൈറ്റ് എത്രയാണ്? 17.5 സെൻറ്റിമീറ്റർ ആണ്. ഈ ഫസ്റ്റിലത്തേത് മാത്രം ഹൈറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിങ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് ഒരാൾ കയറുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ അയാൾ ഈ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സ്, അതായത് ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് നമ്മൾ എഴുതണം. ഓക്കെ, റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. അപ്പോൾ അതെങ്ങനെ എഴുതാൻ നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്രയാണ്? ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ്, ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 17 ഈ ഹൈറ്റ് 17.5 ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ, ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? 10 + 17.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഹൈറ്റിലായിരിക്കും. ഇനി ഇവിടെയാണ് ഒരാൾ നിൽക്കുന്നതെങ്കിലോ അയാൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കും? 10 + 17.5 + 17.5 അതായിരിക്കും ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ അയാൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് എഴുതുക. എന്നിട്ട് ആ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക. അതാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ അയാൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ഉയരമായിരിക്കും? 10 സെൻറ്റിമീറ്റർ ഉയരത്തിലായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അയാൾ എത്തുമ്പോൾ ആദ്യത്തെ 10 + 17.5 ദാറ്റ് ഈസ് 27.5
5 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും അയാൾ ഉണ്ടാവുക. ഓക്കെ, അടുത്ത പ്രാവശ്യം അയാൾ ആ 27.5 പ്ലസ് 17.5 എത്രയാണ് 45 സെൻറ്റിമീറ്റർ ഹൈ ഫ്രം ദ ഗ്രൗണ്ട്, അങ്ങനെ ആയിരിക്കും. അടുത്തതിൽ അയാൾ 45 പ്ലസ് 17.5 ദാറ്റ്സ് ഈക്വൽ ടു 62.5. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നമ്പേഴ്സ് 10, 27.5, 45, 62.5, 80 ഇതെല്ലാം കൂടി ഒരു സീക്വൻസ് ആയിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതുമ്പോൾ വി ഗെറ്റ് വാട്ട് 10, 27.5, 45, 62.5, 80 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ക്ലിയർ ഇറ്റ് ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം എന്താ, ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ്, ആദ്യത്തെ സ്റ്റെപ്പ് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു, അതിനുശേഷം വരുന്ന ഓരോ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എത്രയാണ് 17.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 17.5 സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെയൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം നമ്പർ ഈസ് ആഡഡ്. സോ ദി സീക്വൻസ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. ആൻഡ് വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? അപ്പോൾ എത്ര ആയിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? ദാറ്റ് ഓൾസോ ഈസ് ക്ലിയർ. ഓക്കെ, കോമൺ ഡിഫറൻസ് ഈസ് 17.5 സെൻറ്റിമീറ്റർ. ഇനി ആ എക്സസൈസിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്, 6th ക്വസ്റ്റ്യൻ ഉണ്ട്. ബട്ട് ആ 6th ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അതൊരു ഡിസ്കഷനാണ്. ആ ഡിസ്കഷനൊന്നും വേണ്ടി നമ്മളിപ്പം അധികം സമയം കളയുന്നില്ല. ബിക്കോസ് നമ്മൾ ഫോക്കസ് ഏരിയ ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം. മാത്രമല്ല നമുക്ക് വേണ്ടത്ര സമയവും ഈ ഓൺലൈൻ ക്ലാസ്സിന് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം നമ്മളിത് മാറ്റി വെക്കുന്നു. വി ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ദിസ് ആൻഡ് ദിസ് ഈസ് കൺസിഡർഡ് ടു ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദിസ് പിക്ചർ ദ perpendiculars to the bottom line are equally spaced. Okay, and prove that continuing like this the lengths of perpendiculars form an arithmetic sequence. Okay, അപ്പോൾ ഇവിടെ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ബോട്ടം ലൈൻ. ഓക്കെ, ഈ ബോട്ടം ലൈനിൽ കുറേ പെർപെൻഡിക്കുലേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പെർപെൻഡിക്കുലേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈക്വലി സ്പേസ്ഡ് ആണ്. ഓക്കെ, പെർപെൻഡിക്കുലേഴ്സ് ടു ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. മനസ്സിലായോ? അപ്പോൾ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എവിടെ നോക്കിയാലും സെയിം ആയിരിക്കും. അതാണ് ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അതുപോലെ ഈ ഡിസ്റ്റൻസ്, ഇതെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? ഈക്വലി സ്പേസ്ഡ്. മനസ്സിലായോ? എന്നാൽ ഈ ഡിസ്റ്റൻസും സെയിം ആവണമെന്നില്ല. കാരണം ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഇല്ല. ഓക്കെ, പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്താക്കിയിരിക്കുന്നത്? സ്പേസ് ആണ് എന്താക്കിയിരിക്കുന്നത്? സെയിം ആക്കിയിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമ്മളെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് ഇനിയും ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ മേലോട്ട് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന പെർപെൻഡിക്കുലേഴ്സിൻ്റെ എല്ലാം ഹൈറ്റ് എന്തായിരിക്കും? കൂടി വരും. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ്? പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത്സ് ഓഫ് പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ഫോം എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഇതിൻ്റെ ലെങ്ത്ത്, ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത്, ഇതിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അതെല്ലാം എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് എഴുതും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ ആ നമ്പേഴ്സ് എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? ദോസ് നമ്പേഴ്സ് മേക്ക് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ ഫോം എൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഓരോ പെർപെൻഡിക്കുലറിൻ്റെയും ഈ ടോപ്പ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ബോട്ടം ലൈന് പാരലലായിട്ട് ലൈൻസ് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, അതേപോലെ ഇവിടുന്ന് വരയ്ക്കുക. ഓക്കെ, ഇവിടുന്ന് വരയ്ക്കുക, അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറേ ട്രയാങ്കിൾസ് കിട്ടും. ഇവിടെ ചെറിയ ട്രയാങ്കിൾസ് കിട്ടും. ഓക്കെ, ആ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം. ആദ്യത്തെ പെർപെൻഡിക്കുലറാണ് ഇത്. ഓക്കെ, രണ്ടാമത്തെ ഇതാണ്, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യത്തെ ടോപ്പിൽ നിന്ന് ചെയ്തു ഒരു പാരലൽ ലൈൻ വരച്ചു, പാരലൽ ടു ദിസ് വൺ. ഇതൊരു റഫ് ഫിഗറാണ്. പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയറും സ്കെയിലൊന്നും വെച്ചിട്ട് അങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കണമെന്നില്ല. നമുക്ക്
കണ്ടാൽ പാരലാണ് തോന്നുന്ന രീതിയിൽ ഫിഗർ വരച്ചാൽ മതി കേട്ടോ. ഇറ്റ് ഈസ് എ റഫ് ഫിഗർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു, ഇവിടുന്ന് വരച്ചു, ഇവിടുന്ന് വരച്ചു. ഓൾ ആർ പാരലൽ ടു ദ ബോട്ടം ലൈൻ. അപ്പോൾ ഈ സ്പേസ് ഈക്വലി സ്പേസ്ഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്പേസ് എല്ലാ സ്ഥലത്തും ഈക്വലാണ്. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ അളന്നും നോക്കണ്ട, ഈക്വൽ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെയൊക്കെ എക്സ് കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എല്ലാം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസസും എന്താണ്? എക്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പാരലൽ ലൈൻസിനെ എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ, ഈ ചരിഞ്ഞു പോകുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾസ് എല്ലാം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആൻഡ് ഓൾ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് വിൽ ബി ഈക്വൽ. ഓക്കെ, ഈ ലൈൻസ് എല്ലാം പാരലൽ ആയതുകൊണ്ട്, എല്ലാ ലൈൻസും പാരലൽ ആയതുകൊണ്ട് ആ ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് ചരിച്ച് വരയ്ക്കുന്ന ഒരു വര ഈ ലൈൻസുമായി ഉണ്ടാക്കുന്ന ആംഗിൾസ്. ഓക്കെ, ഈ ആംഗിൾസിൻ്റെ പൊസിഷനൊക്കെ വെച്ചുകൊണ്ട് നമുക്കതിനെന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് പറയാം. ഓക്കെ, ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ മെഷർ തന്നെ ആയിരിക്കും ഇവിടെയൊക്കെ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. വൈ? ഇതെല്ലാം പെർപെൻഡിക്കുലേഴ്സാണ്, എല്ലാം പെർപെൻഡിക്കുലേഴ്സാണ്. ഇതെല്ലാം ഇതിന് പാരലലാണ്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് എപ്പോഴും ഉണ്ടാവും, ഈ ലൈനും എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾസ് എല്ലാം 90 ആംഗിൾസ് ആയിരിക്കും. ദിസ് ഇസ് 90, ദിസ് 190, 90, 90. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിൾസിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്? എല്ലാ ചെറിയ ട്രയാങ്കിൾസിൻ്റെയും ബേസ് എക്സ് ആണ്, മീൻസ് സെയിം ആണ് എന്നർത്ഥം. ഈ സൈഡിൻ്റെ ബോത്ത് എൻഡ്സിലുള്ള ആംഗിൾസ് നോക്കുക. ഇതെത്രയാണോ അത് തന്നെയാണത്. ഓക്കെ, ഈ ആംഗിൾ 90 ആണ് നമുക്കറിയാം, ഈ ആംഗിളും 90 ആണ്. അങ്ങനെ ഏത് രണ്ട് ട്രയാങ്കിൾസ് നമ്മളിവിടെ എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത എന്താണ്? എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഓരോ സൈഡ്സ് ഈക്വലാണ്. എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ആ സൈഡ്സിൻ്റെ ബോത്ത് എൻഡ്സിലുള്ള ആംഗിൾസും ഈക്വലാണ്. അങ്ങനെ സംഭവിച്ചാൽ, 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചാണ്, അങ്ങനെ സംഭവിച്ചാൽ ഓൾ സച്ച് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ചെറിയ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിലുള്ള പ്രത്യേകത എന്താ? ഇതിൻ്റെ ഈ ടോപ്പ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ്. ബിക്കോസ് ദിസ് ഇസ് 90ക്ക് ഓപ്പോസിറ്റായിട്ട് സൈഡിന് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്തും ഈ ലെങ്ത്തും ഒക്കെ എന്താണ്? സെയിം ആണ്. അതേപോലെ തന്നെ ഇത് ഹൈറ്റാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ, അത് എത്രയാണോ അത് തന്നെയാണിത്, അത്ര തന്നെ ആയിരിക്കും ഇതുണ്ടാവുക, അത്ര തന്നെയാണ് ഇതുണ്ടാവുക. അപ്പോൾ ഈ ഹൈറ്റിനെ ഓരോ ട്രയാങ്കിളിൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഹൈറ്റിനെ നമ്മൾ ബി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ബി തന്നെ വേണമെന്നില്ല, ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക. ഞാൻ തൽക്കാലം ബി കൊണ്ട് സൂചിപ്പിച്ചത് മാത്രം. അതുപോലെ ഇവിടെ എക്സ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വൈ എടുക്കാം, അല്ലെങ്കിൽ സെഡ് എടുക്കാം, ഏതെങ്കിലും ലെറ്റർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ എക്സ് എടുത്തെന്ന് മാത്രം. അപ്പോൾ ഈ ഹൈറ്റ് എത്രയാണ്? ബി ആണ്. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ്, ആ ഹൈറ്റ് നമ്മൾ ഏതെങ്കിലും ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക. ഇവിടെ എക്സ് എടുത്തു, ഇത് രണ്ടും തുല്യമാണ്, നമുക്ക് ഇവിടെ എക്സ് എടുക്കാം, പക്ഷേ തുല്യമാണ് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് വി യൂസ് അനദർ ലെറ്റർ. ഓക്കെ, ഞാൻ എക്സ് എടുത്തു, ഇവിടെ എക്സ് എടുത്തു, ഇവിടെ ഞാൻ എന്തെടുത്തു? എ എടുത്തു. നിങ്ങൾക്ക് വേണം ഇവിടെ വൈ എടുക്കാം, അല്ലെങ്കിൽ പി എടുക്കാം, ക്യൂ എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 മെഷേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ 3ഉം ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആയിരിക്കണം മാത്രം. ഇവിടെ ബി എടുത്തു, ഇത് എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഈ ഡിസ്റ്റൻസ്, ഈ ഹൈറ്റ് എത്രയാണ്? പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ് എത്രയാണ്? എ ആണ്. അപ്പോൾ ഫസ്റ്റ് പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ് എ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? ഇത് എ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും എ ആണ്. ഇത്രയും ഭാഗം എ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? എ ആണ്. അപ്പോൾ ഇത് എ ആയതുകൊണ്ട് ഇത് എ ആയി. ഈ ഹൈറ്റ് അത് ഇവിടെ ഉള്ളതാണ്, ഇത് ബി ആണ്. അപ്പോൾ ഇത് എന്താണ്? ബി ആണ്. അപ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി. ഓക്കെ, ഇനി ഈ ഹൈറ്റ് എത്രയാണോ അത് തന്നെയാണിത്. ഇത് ഇത്രയും ഭാഗം ഇത് എ പ്ലസ് ബി ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടം വരെയും എന്താണ്? എ പ്ലസ് ബി ആണ്. ഇനി ഇവിടുന്ന് മേലോട്ട് എത്ര ഉണ്ട്? ബി ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് ബി, എ പ്ലസ് ബിനോട് ഒരു ബിയും കൂടെ കൂട്ടിയാൽ എത്രയായി? എ പ്ലസ് 2b ആയി. എ പ്ലസ് 2b. ഇത് എ പ്ലസ് 2b ആണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഇത്രയും ഭാഗം എ പ്ലസ് 2b ആയിരിക്കും.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ബിയും കൂടെ ഉണ്ടാവും. അപ്പോൾ എ പ്ലസ് 2b പ്ലസ് ബി അപ്പോൾ എത്രയായി? എ പ്ലസ് 3b ആയി. ഇത് എ പ്ലസ് 3b ആണെങ്കിൽ ഇത്രയും ഭാഗം എ പ്ലസ് 3b ആണ്. അതിനോട് ഒരു ബിയും കൂടെ കൂട്ടുന്നു. അപ്പോൾ എത്രയായി? എ പ്ലസ് 4b ആയി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ് പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ് എ ആണെങ്കിൽ അടുത്തത് എ പ്ലസ് ബി കൂടി, അടുത്തത് എ പ്ലസ് 2b, അപ്പോൾ ഒരു ബിയും കൂടെ കൂടി, അടുത്തത് എ പ്ലസ് 3b, അടുത്തത് എ പ്ലസ് 4b, നെക്സ്റ്റ് എ പ്ലസ് 5b, നെക്സ്റ്റ് എ പ്ലസ് 6b, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ആ ഡീറ്റെയിൽസാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ കുറേ ഇഫ് യു സി യു ക്യാൻ സി വാട്ട് ഫ്രം ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലേഴ്സ് ഡ്രോ ലൈൻസ് പാരലൽ ടു ബോട്ടം ലൈൻ. ഓക്കെ, ഓരോ പെർപെൻഡിക്കുലേഴ്സിൻ്റെയും മുകളിലെ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ബോട്ടം ലൈന് പാരലായിട്ട് ലൈൻസ് വരയ്ക്കും. ഓക്കെ, ദെൻ ഇൻ ഓൾ ദ സ്മോൾ ട്രയാങ്കിൾസ് ബേസസ് ആർ ഈക്വൽ. ഓക്കെ, അങ്ങനെ കിട്ടുന്ന എല്ലാ സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും ബേസസ് എന്താണ്? ഈക്വലാണ്. അത് നമ്മൾ എന്തെടുത്തു? എക്സ് എന്നെടുത്തു. ഓക്കെ, ആൻഡ് ആംഗിൾസ് ഓൺ ബോത്ത് എൻഡ്സ് ഓഫ് ദ ബേസസ് ആർ ഓൾസോ ഈക്വൽ. അങ്ങനെയാണ് ഈ ലൈനിൻ്റെ രണ്ട് എൻഡിലും വരുന്ന ആംഗിൾസും എന്താണ്? ഈക്വലാണ്. ഓക്കെ, അത് എന്തുകൊണ്ടെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ ഇതൊരു എക്സായി പോകും. അതുകൊണ്ട് അത്ര വേണ്ട കാര്യമില്ല. നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന് ഇത് എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും ആവശ്യമുള്ളൂ. ഓക്കെ, ദെർഫോർ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ട്രയാങ്കിൾസ് എന്തായി മാറും? ഈക്വലായി മാറും. എല്ലാ ട്രയാങ്കിൾസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ദെർഫോർ ഹൈറ്റ്സ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അങ്ങനെ ആകുമ്പോൾ എല്ലാ ട്രയാങ്കിൾസിൻ്റെ ഹൈറ്റ്, അതായത് ഈ ഭാഗം എന്തായിരിക്കും? ഈക്വലാണ്. ദാറ്റ് ഈസ് ബി. അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് ദ ലെങ്ത് ഓഫ് ഫസ്റ്റ് പെർപെൻഡിക്കുലർ ഈസ് എ, അപ്പോൾ ആദ്യത്തെ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് നമ്മൾ എ എന്നെടുത്താൽ, ഓക്കെ, നിങ്ങൾ ബി എന്നാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈസ് ബി. നിങ്ങൾ പി എന്നാണ് എടുക്കുന്നതെങ്കിൽ ഈസ് പി എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ എ ആണെങ്കിൽ പിന്നെ ഓരോന്നിൻ്റെയും ഹൈറ്റ് എന്തായിരിക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ഈസ് എ. ദെൻ ദാറ്റ് ഓഫ് സെക്കൻഡ്, ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ്, ഓക്കെ, ലെങ്ത് ഓഫ് സെക്കൻഡ് പെർപെൻഡിക്കുലർ ഈസ് വാട്ട്? എ പ്ലസ് ബി. ഓക്കെ, ആൻഡ് ദാറ്റ് ഓഫ് തേർഡ്, അതായത് ഹൈറ്റ് ഓഫ് ദ തേർഡ് perpendicular is a plus b plus b, so a plus 2b. Next one is a plus 3b, next one is a plus 4b. അങ്ങനെ പോകും. അപ്പോൾ ആ ഹൈറ്റ്സിനെ, കിട്ടിയ ഹൈറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ ഹൈറ്റ്സിനെ, ഇതിൻ്റെ എല്ലാം ഹൈറ്റ്സിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നു. അപ്പോൾ ആദ്യത്തത് എന്താണ്? എ ആണ്. അടുത്തത് എ പ്ലസ് ബി, അടുത്തത് എ പ്ലസ് 2b. ലൈക്ക് ദാറ്റ് ഇറ്റ് ഗോസ്. Okay, so what is common difference, or is it an arithmetic sequence? എന്ന് ചോദിച്ചാൽ we can say that it is arithmetic sequence. Okay, and what is common difference? Common difference d is equal to b എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അല്ലാതെ എല്ലാ ഹൈറ്റ്സും എല്ലാ പെർപെൻഡിക്കുലേഴ്സിൻ്റെയും ഹൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എന്താണ് ആ ഹൈറ്റ്സിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നു? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പ്രൂവ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്യുറേറ്റ് മെഷേഴ്സ് എടുക്കാതെ, സ്കെയിലൊന്നും ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാതെ, എന്താണ് ഓരോന്ന്, ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ, ഓക്കെ, ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ, ഈ ട്രയാങ്കിൾസൊക്കെ ഈക്വൽ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ബി ആണെങ്കിൽ എന്നെടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സാക്റ്റ് മെഷേഴ്സിൻ്റെ ആവശ്യമില്ല, ഒരു റഫ് ഫിഗർ വരച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് മനസ്സിലായി. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ കോമൺ ഡിഫറൻസ് ഈസ് ബി. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിഗർ അനുസരിച്ച് ബി കേട്ടോ. നിങ്ങൾ ഇവിടെ വേറെ ഏതെങ്കിലും ലെറ്ററാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ആ എക്സസൈസിലുള്ള 6 ക്വസ്റ്റ്യൻസിൽ 5 എണ്ണം നമ്മൾ ചെയ്തു. സോ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നോട്ട്സ് വളരെ ക്ലിയറായിട്ട് എഴുതി വെക്കുക. ഓക്കെ, സോ ദ റെസ്റ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത എക്സസൈസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.